കോയ സാർ എപ്പോ വരും? ഏത് കോയ സാറ്? ഇവിടുത്തെ ഓഫീസർ കോയ സാറ്. അദ്ദേഹത്തിന്റെ ക്യാബിനിലുണ്ട്. ഫീൽഡിൽ പോകാൻ വേണ്ടി റെഡി ആവാ. പെട്ടെന്ന് പോയി കണ്ടോ. അതെല്ലേ, അവിടെ ഉണ്ടല്ലേ. പിന്നെ കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ട പോലെ കൊടുക്കണം. ഓ, സാറിന് കൊടുക്കാൻ വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടോളി. ഇത് ഇനി കേട് വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ഫ്രെയിം ചെയ്തു എന്നതാണ്. നമസ്കാരം സാറേ. വിഷവസ്തുക്കൾ, അതിലെ രാസവസ്തുക്കൾ. ഞാനേ നടന്നിട്ട് എൻ്റെ കയ്യും കാലം കുഴങ്ങിയിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കിട്ടിയ ഞാൻ ഇരുന്നാലോ സാറേ? അവിടെ കുത്തിയിരിക്കും. ഓ, സമാധാനം. എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിലേ. കാർബൺ ഡൈ ഓക്സൈഡ്. ഇതെന്താ വെച്ചാല് ലേശം തുള വീണിട്ടേ. ഫ്ലോറോ കാർബൺ. സാറിത് മുമ്പ് എനിക്ക് ഒപ്പിട്ട് തന്നതാണ്. കാർബൺ മോണോക്സൈഡ്. പിന്നെ എൻ്റെ പേരുമുണ്ട്, അതൊന്നും പോയിട്ടില്ല. ഡയോക്സിൻ. എൻ്റെ ഈ പൊല്യൂഷൻ മലിന സർട്ടിഫിക്കറ്റ് ഇല്ലേ, ഇത് ഈ മറ്റേ അരിപ്പൊടിയുടെ ഇതിലെല്ലാം കൂടെ കിടന്നിട്ട് ആകെ ഇതായിപ്പോയി. അരിയും മറ്റേ മല്ലിപ്പൊടിയിലൊക്കെ പെട്ടിട്ട് ആകെ എൻ്റെ ഈ വക്കുന്തൊക്കെ ചുരുണ്ടിപ്പോയി. ഇപ്പോൾ എന്നാൽ കുറച്ച് വേപ്പിൻ്റെ അരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു വെളിച്ചെണ്ണയിലിട്ട് പൊടിച്ചെടുക്കാറുന്നില്ലേ? അല്ല, അത് ഇനി ഇത് കുഴപ്പമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു ഫ്രെയിം ഇട്ടിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ എൻ്റെ എക്സ്റേ അല്ല, എൻ്റെ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് പഴകിപ്പോയി. അപ്പം ഇതൊന്ന് സാറ് എടുത്തിട്ട് എനിക്ക് വേറൊരെണ്ണം തരണം. ഇവിടെ പഴയ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ട് പുതിയത് തരാം. അത് അലുമിനിയ പാത്രത്തിന്റെ കട അല്ല. അല്ല, ഇവിടെ ഉണ്ടല്ലോ. അത് ഇവിടുന്ന് തരില്ലേ? ഇനി തനിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ താൻ വില്ലേജിൽ ചെന്ന് കരടച്ച് താലൂക്ക് ഓഫീസിൽ നിന്ന് അവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇത് വാങ്ങിയാൽ മാത്രം പോരാ, തൻ്റെ അയൽപക്കത്തുള്ള സകലമാന ആൾക്കാരെ കൂടിയാന്തരം കയറി ഇറങ്ങി എല്ലാവരുടെയും ഒപ്പ് ശേഖരിക്കണം. ആ ഹംക്യങ്ങളുടെ ഒക്കെ. അവർക്ക് കുഴപ്പമൊന്നുമില്ല സാറേ. അവർക്ക് കുഴപ്പമില്ലാന്ന് താൻ പറഞ്ഞാൽ പോരാ, ഇവിടെ എവിഡൻസ് ആണ് ആവശ്യം. അവർക്കും കൂടി ഉപകാരമുള്ള സ്ഥാപനമല്ലേ ഇത്? അല്ല, ഉപകാരം പറഞ്ഞാൽ താൻ ഇവിടെ പൊടിപ്പിക്കണം. മുളക് പൊടി, അരിപ്പൊടി ഇതൊക്കെ അവരുടെ മൂക്കിലും ആയാലൊന്നും കയറില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവരെഴുതി ഒപ്പിട്ട് തരണമെന്നേ. അത് ആ പേപ്പർ കൊണ്ടുവരണം. അതായത് ഇതൊന്നും നടക്കില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് മുമ്പ് തന്നതല്ലേ ഇവിടുന്ന്? എങ്ങനെയാ തന്നത്? അത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ അന്ന് കൊണ്ട് തന്നതാണല്ലേ. കുറെ കാലം മുമ്പ് താൻ തൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് ഒരു മോന്തി നേരത്ത് നമ്മുടെ കുടുംബത്ത് വന്ന് ഓർമ്മയുണ്ടാ? വന്നിട്ടുണ്ട്. എന്റെ കുടുംബത്ത് വന്ന് ഓർമ്മയുണ്ടോ? വന്നു ഒരു 300 റുപ്യ തന്നു. അപ്പൊ അതേമാതിരി ഒരു വരവും കൂടി വരേണ്ടി വരും. ഇനി 300 റുപ്യ? ഇനി 300 റുപ്യ അല്ല. ഇപ്പൊ താൻ പൊടിപ്പിക്കണം, ഗോതമ്പ് പൊടിപ്പിക്കണം. എന്ത് വിലക്ക? ഒരു ചായക്ക് എന്ത് വില ഉണ്ട് ഇപ്പൊ? ചായക്ക് കൂടിയിട്ടുണ്ട്, കുറച്ച് കൂടിയുണ്ട്. അപ്പൊ ഇപ്പൊ 300-ന് പകരം ഒരു 3000 റുപ്യ ആയിട്ട് അങ്ങോട്ട് വരും. എന്താ അങ്ങനെ എത്ര വല്ലാത്ത എഫക്റ്റ്? 3000 റുപ്യക്ക് അതൊക്കെ വേണ്ടി വരും. സാറേ, എനിക്ക് ഒരാഴ്ചയൊക്കെ പണിയെടുത്താൽ പോലും എനിക്ക് 3000 റുപ്യ കിട്ടും. അതൊക്കെ നിൽക്കും. അതെ, അങ്ങനെയൊക്കെ തന്നെ ഇവിടുന്ന് കിട്ടില്ല. കിട്ടിയാൽ തന്നെ എന്താ ചിലവ്? സാധനങ്ങളുടെ ഒക്കെ വില എന്താണ്? എല്ലാവർക്കും കഴിയണ്ട, എങ്ങൾക്ക് മില്ലുകാർക്ക് മാത്രം കഴിഞ്ഞാൽ മതിയാ. അപ്പോൾ ഈ 3000 റുപ്യൻ്റെ ജീപ്പ് അവിടെ പുറകിൽ കിടക്കുന്നുണ്ട്, അവിടെ ഓഫീസിൻ്റെ പുറത്ത്. അതിൽ ആ 3000 റുപ്യ അതിൻ്റെ പുറകിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അങ്ങോട്ട് പോവരുത്. ആ ജീപ്പൊന്ന് തള്ളി തരണം. അപ്പോൾ തൻ്റെ പരാതിയൊക്കെ ഇവിടുന്ന് തള്ളി നീങ്ങും. തൻ്റെ അപേക്ഷയൊക്കെ ഇവിടെ എടുക്കും. കാര്യങ്ങളൊക്കെ വേഗം നീങ്ങും. അപ്പം എന്നാൽ നേരം കളയണ്ട, വേഗം നോക്കും.